വെൽക്കം ടു ക്ലൗഡ് ഡിസൈൻസ്. ഞാൻ ജെബിൻ ഷെഫി. ഇന്ന് ക്യാഷ്വൽ വെയർ സാരീസാണ്. നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും ഡെയിലി യൂസിനെല്ലാം വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. എല്ലാം clouddesigns.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് വരികയാണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. 9947133468 ആണ് വാട്സാപ്പ് നമ്പർ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഇന്നത്തെ ക്യാഷ്വൽ വെയർ കളക്ഷൻസിൽ ഫസ്റ്റ് സാരീസ് വരുന്നത് സോഫ്റ്റ് ടിഷ്യൂ കോട്ട ആ ഒരു ഫാബ്രിക്കിൽ വരുന്ന സാരീസാണ്. വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. അങ്ങനെ ഫ്ലഫി ആയിട്ട് നിൽക്കുന്ന സാരി അല്ല. ഞാനിപ്പോൾ ഉടുത്ത് കാണിക്കുമ്പോൾ അറിയാമല്ലോ, വളരെ ഒതുങ്ങി നിൽക്കുന്ന ഫാബ്രിക്കാണ്. പ്ലീറ്റഡും വെയർ ചെയ്യാം, അതിൽ സിംഗിൾ ലെയറിൽ നമുക്ക് വെയർ ചെയ്യാം. വലിയ ട്രാൻസ്പെറൻസി ഇല്ല സാരി. ത്രൂ ഔട്ട് ദ സാരി വർക്കിലാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റിലുള്ള ഫ്ലോറൽ ജാൽ പാറ്റേണിലുള്ള എംബ്രോയിഡറി വർക്കാണ് സാരിയുടെ ബോഡിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ട്രാൻസ്പെറൻസി വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. കൂടാതെ ബോർഡർ വരുന്നുണ്ട്. ഒരു 1.5 ഇഞ്ച് 1.5 ഇഞ്ചിൻ്റെ ബോർഡർ ആയിരിക്കും. മുകൾ ഭാഗത്തും താഴെയും വരിക. ഞാൻ ക്ലോസർ വ്യൂ കാണിക്കും സാരിയുടെ. നമുക്കൊരു ചെറിയ ഫംഗ്ഷന് നമുക്ക് വെയർ ചെയ്യാം കേട്ടോ. ഇതൊരു സെമി പാർട്ടി വെയർ കൂടിയാണ്. സെയിം ടൈം നമുക്ക് ഓഫീസ് വെയർ ആയിട്ടും യൂസ് ചെയ്യാം. ഫുൾ ഈ ഒരു പാറ്റേണിലായിരിക്കും വർക്ക് വരിക. ഒരു ഫ്ലോറൽ ജാൽ ഡിസൈനിലാണ് വരുന്നത്. ഇതിന് ഇനി ഒരു ഡിസൈൻ കൂടി വരുന്നുണ്ട് കേട്ടോ ഈ സാരിയുടെ. ഞാൻ കാണിക്കാം. സിൽവർ ബോർഡറാണ് രണ്ട് സൈഡും വരിക. ഫുൾ സാരി ഈ ഒരു വൂബൺ പാറ്റേണിൽ വന്നിട്ട് പ്ലീറ്റ്സിൻ്റെ ഏരിയ വരുമ്പോൾ താഴെ ആയിരിക്കും വർക്ക് വരിക. മുകൾ ഭാഗം പ്ലെയിൻ ആയിട്ടായിരിക്കും വരും. ഇങ്ങനെ വരിക പ്ലീറ്റ്സിൻ്റെ പോർഷൻ വരുമ്പോൾ. മുന്താണി വരുന്നത് സിൽവറിൽ തന്നെ ഒരു തിൻ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി വരുന്നത്. സിൽവർ ലൈൻസ് ആണ് പല്ലുവിൽ വരുന്നത്. ബ്ലൗസ് വരുന്നതും സെയിം ആ ഒരു ടോണിൽ തന്നെ ആയിരിക്കും. പൗഡർ ബ്ലൂ വിത്ത് സിൽവർ ആ ഒരു കോമ്പിനേഷനിലുള്ള സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബ്ലൗസും വരിക. പ്ലെയിൻ അല്ല ബ്ലൗസ്, ഫുൾ സ്ട്രൈപ്പ് ഡിസൈൻസാണ് വരുന്നത്. ഇങ്ങനെയാണ് വരിക സാരിയുടെ ലുക്ക്. പൗഡർ ബ്ലൂ സോഫ്റ്റ് കോട്ടയാണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സെയിം ഇതിന് മുൻപ് കാണിച്ച സാരി തന്നെയാട്ടോ. വർക്കിൽ ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ട്, അത് മാത്രമേ ഉള്ളൂ. സിൽവർ ബോർഡറാണ് സാരിക്ക് വരുന്നത്. ഇതിന് ഫ്ലോറൽ ജാൽ പാറ്റേണിലുള്ള ഓഫ് വൈറ്റിലുള്ള വർക്ക് തന്നെയാണ് വരുന്നത്. ഈ സാരിയിൽ വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരിക. വളരെ മൈന്യൂട്ട് ഡിഫറൻസ് ആണ് രണ്ട് സാരിയുടെ വർക്ക് തമ്മിലുള്ളത്. സിൽവർ ജെറി വൂവൺ പാറ്റേണിലായിരിക്കും മുന്താണി. ഇനി വരും പല്ലു. സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും. സിൽവർ വിത്ത് ബ്ലൂ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബ്ലൗസ്. ലൈറ്റ് ബേബി പിങ്ക് ആ ഒരു ടോണിലാണ് നെക്സ്റ്റ് സോഫ്റ്റ് കോട്ട സാരി വരുന്നത്. ഇതിലും ഓഫ് വൈറ്റ് ആണ് വൂവൺ പാറ്റേൺസ് വരുന്ന സാരിയിൽ. ഇതിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൻ്റെയും രണ്ട് ഡിസൈനിൽ വരുന്നുണ്ട് കേട്ടോ. ഈ സാരിയിൽ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഫുൾ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറി വർക്കാണ് ത്രൂ ഔട്ട് ദ സാരിയിൽ വരിക. ഒരു പിങ്കിഷ് സിൽവർ ആ ഒരു ടോണിലായിരിക്കും രണ്ട് സൈഡിലും ബോർഡർ വരിക. ഒരു 1.5 ഇഞ്ചിൻ്റെ ബോർഡർ ആയിരിക്കും. 1.5 ഇഞ്ചിൻ്റെ ബോർഡറാണ് അപ്പറും ലോവറും വരിക. സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ് മുന്തണി വരുന്നത്. ഇങ്ങനെ വരും പല്ലു. പിങ്ക് വിത്ത് സിൽവർ ആ ഒരു സ്ട്രൈപ്പ് പാറ്റേൺസിലാണ് ബ്ലൗസ്. ബേബി പിങ്ക് സോഫ്റ്റ് കോട്ട സാരിയിൽ നെക്സ്റ്റ് വൂവൺ പാറ്റേൺസ് വരുന്നത് ഈ ഒരു പാറ്റേണിലായിരിക്കും കേട്ടോ. ഇതാണ് വർക്കിൻ്റെ ക്ലോസർ വ്യൂ. ഇങ്ങനെ വരും. പിങ്കിഷ് സിൽവർ ബോർഡർ ആയിരിക്കും. അപ്പുറം ലോവറും വരിക. സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി. ബ്ലൗസ് ഇങ്ങനെ വരും. ലൈറ്റ് പേസ്റ്റൽ ഗ്രീനാണ്. ലൈറ്റ് പിസ്ത ഗ്രീൻ ആ ഒരു ടോണിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. പിസ്ത ഗ്രീൻ വിത്ത് സിൽവർ ആ ഒരു കോമ്പിനേഷനിലാണ് ത്രൂ ഔട്ട് ദ സാരി വരുന്നത്. ഓഫ് വൈറ്റിൽ തന്നെയാണ് ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും വർക്ക് വരിക. ഇനി ഫുൾ സാരിയിലും വർക്ക് വരിക. ഒരു ഗ്രീനിഷ് സിൽവർ ആയിരിക്കും ബോർഡർ വരുന്നുണ്ട്. ഒരു ഗ്രീൻ ടോൺ കൂടി വരും. ഒരു എക്സാക്ട് സിൽവർ എന്ന് പറയാൻ പറ്റത്തില്ല. ഗ്രീനിഷ് സിൽവറിലുള്ള ബോർഡറാണ് അപ്പുറം ലോവറും വരുന്നത്. ഒന്നാണ് ഇങ്ങനെ വരും. സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും. സെയിം ആ ഒരു കോമ്പിനേഷനുള്ള സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും ബ്ലൗസ്. ലൈറ്റ് പിസ്ത ഗ്രീൻ വിത്ത് ഓഫ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. ഈ സാരിയിൽ വർക്ക് വരുന്നത് ഇങ്ങനെ കേട്ടോ. വർക്കിൻ്റെ ക്ലോസർ വ്യൂ ഇങ്ങനെ വരും. ഫ്ലോറൽ ജാൽ പാറ്റേണിൽ തന്നെയാണ് വർക്ക് വരുന്നത്. രണ്ട് സാരീസിനും ഡബിൾ സൈഡ് ബോർഡറാണ് വരുന്നത്. സിൽവറിലുള്ള ബോർഡർ ആയിരിക്കും അപ്പുറം ലോവറും വരുന്നത്. 1.5 ഇഞ്ചിൻ്റെ ബോർഡർ ആയിരിക്കും അപ്പുറം ലോവറും വരിക. സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിലായിരിക്കും മുന്താണി. ബ്ലൗസ് വരുന്നത് ലൈൻസ് തന്നെയാണ്, സ്ട്രൈപ്പ് പാറ്റേൺസ്. ചിക്കു ഷെയ്ഡിലാണ് നെക്സ്റ്റ് സാരി വരുന്നത്. ചിക്കു വിത്ത് ഓഫ് വൈറ്റ് ആ ഒരു കോമ്പിനേഷനിലായിരിക്കും ത്രൂ ഔട്ട് ദ സാരിയിൽ ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് വർക്ക് വരുന്നത്. സിൽവറിൽ തന്നെയാണ് ബോർഡർ വരുന്നത് സാരിക്ക്. ഇതെല്ലാം നമുക്കൊരു ചേർച്ച് വെയർ ആയിട്ടും ഒരു സെമി പാർട്ടി വെയർ ആയിട്ടും ഓഫീസ് വെയർ ആയിട്ടെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല കളക്ഷൻസാണ്. ഫ്ലോറൽ ജാൽ ഡിസൈനിൽ ഓഫ് വൈറ്റിലായിരിക്കും കോമ്പിനേഷൻ. മുന്താണി വരുന്നത് സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസിലാണ്. സിമ്പിൾ പല്ലുവാണ് വരുന്നത്. സെയിം ആ ഒരു പാറ്റേണുള്ള സിൽവർ വിത്ത് ചിക്കു ആ ഒരു കോമ്പിനേഷനിലുള്ള ലൈൻസ് ആണ് ബ്ലൗസ്. ലൈറ്റ് ഗ്രേ ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. സോഫ്റ്റ് കോട്ടയാണ് ഫാബ്രിക്. ഒരു സിൽവർ ഗ്രേ ആണ് സാരിയുടെ ഷെയ്ഡ്. അതിൽ ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ വരുന്നത്. ഓഫ് വൈറ്റിലുള്ള ഫ്ലോറൽ ജാൽ പാറ്റേണിലായിരിക്കും വർക്ക് വരിക കേട്ടോ സാരിയിൽ. ഫുൾ സാരിയും ഈ ഒരു പാറ്റേണിലാണ് എംബ്രോയിഡറി വർക്ക് വരിക. ഒരു ഗ്രേയിഷ് സിൽവർ ടോണിലാണ് ഇതിൽ ബോർഡർ വരുന്നത് സാരിക്ക്.
മുന്താണി വരുന്നത് സ്ട്രൈപ്പ് ഡിസൈൻസിൽ തന്നെയാണ്, സിൽവർ സ്ട്രൈപ്പ് പാറ്റേൺസിലായിരിക്കും സാരിയുടെ മുന്താണി വരുന്നത്. ബ്ലൗസ് വരുന്നതും സെയിം പാറ്റേണിൽ തന്നെയാണ്. ഇതാണ് സാരിയുടെ ബ്ലൗസ്. സിൽവർ വിത്ത് ഗ്രേ ലൈൻസ് ആയിരിക്കും ബ്ലൗസിൽ വരിക. നെക്സ്റ്റ് സാരീസ് വരുന്നത് ലിനൻ കോട്ടൺ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. ലിനൻ കോട്ടണിൽ ബാത്തിക് ഡിസൈനിലായിരിക്കും ത്രൂ ഔട്ട് ദ സാരി വരിക. സിൽവർ ബോർഡർ ആയിരിക്കും സാരീസിന് വരിക. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഒരു ഡീപ്പ് മെറൂൺ ആണ്, ഒരു വൈൻ മെറൂൺ വിത്ത് ഒരു കോറൽ പിങ്ക്, ആ ഒരു ടോണിലായിരിക്കും ബാത്തിക് ഡിസൈൻസ് വരുന്ന സാരിയിൽ. ഇങ്ങനെ സാരിയുടെ ബോഡി ഇങ്ങനെ വരും. ഫുൾ സാരിയിലും ഡീപ്പ് മെറൂണിൽ കോറൽ പിങ്ക് ഷെയ്ഡിലുള്ള ബാത്തിക് പ്രിൻറ്റ് വരുന്നുണ്ട്. ബോർഡർ വരുന്നത് ഇങ്ങനെയാണ്, ഒരു മെറ്റാലിക് സിൽവറിലായിരിക്കും ബോർഡർ വരുന്നത്. ഫുൾ സാരിയും ഇങ്ങനെ വരും. ഒന്നാണ് വരുന്നത് ബാത്തിക് ഡിസൈനിൽ തന്നെയാണ്. ഇങ്ങനെ വരും സാരിയുടെ പല്ലു. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. പ്ലെയിൻ മെറൂൺ വിത്ത് ബോർഡർ ആയിരിക്കും ബ്ലൗസ് വരിക. നല്ലൊരു ബ്രിക്ക് ഓറഞ്ച്, ആ ഒരു ഷെയ്ഡിലാണ്, റസ്റ്റിക് ഓറഞ്ച് ആണ് നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. അതിലും ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ബാത്തിക് ഡിസൈൻസ് ആയിരിക്കും ത്രൂ ഔട്ട് ദ സാരിയുടെ ബോഡിയിലും വരിക. രണ്ട് സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഒരു സിൽവർ മാറ്റ് സിൽവറിലായിരിക്കും ബോർഡർ വരുന്നത് സാരിക്ക്. അപ്പുറം ലോവറും വരുന്നത്. മുന്താണി വരുന്നത് ബാത്തിക് പ്രിന്റിൽ തന്നെയാണ്. ഇങ്ങനെയായിരുന്നു സാരിയുടെ പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ബ്ലാക്കിൽ, ഒരു എക്സാക്റ്റ് ഒരു ബ്ലാക്ക് അല്ല, ഒരു ഗ്രേഷ് ബ്ലാക്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ. അതിൽ വിത്ത് ബോർഡർ, സിൽവർ ബോർഡർ വരുന്ന ബ്ലൗസാണ് വരുന്നത്. ഇങ്ങനെ വരിക ബ്ലൗസ് ആയിരിക്കും. നെക്സ്റ്റ് സാരി വരുന്നതും ലിനൻ കോട്ടൺ തന്നെയാണ് എല്ലാ സാരീസിൻ്റെയും ഫാബ്രിക് വരുന്നത് കേട്ടോ. ഇതിൻ്റെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു ബീട്രൂട്ട് ഷെയ്ഡാണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. അതിലൊരു ബ്ലാക്കിഷ് ബ്ലൂ അല്ലെങ്കിൽ ഒരു ബ്ലൂയിഷ് ബ്ലാക്ക്, ആ ഒരു ടോണിലാണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത് ത്രൂ ഔട്ട് ദ സാരിയിലും. ഇങ്ങനെ വരും. ഫുൾ സാരിയിലും ബീട്രൂട്ടിൽ ഒരു ബ്ലാക്ക് ടോണിലാണ്. സിൽവർ മെറ്റാലിക് സിൽവറിലുള്ള ബോർഡറാണ് സാരിക്ക് അപ്പുറം ലോവറും വരിക. മുന്താണി വരുന്നത് സിൽവറിൽ തന്നെ ബാത്തിക് ഡിസൈനിലായിരിക്കും സാരിയുടെ പല്ലു വരിക. ഇത് സിൽവർ വ്യൂ വന്നിട്ടുണ്ട്, ഒരു ലൈൻസ് സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിൽ ബാത്തിക് പ്രിൻ്റ് ആണ് പല്ലു. ഇങ്ങനെ വരും. ബ്ലൗസ് വരുന്നത് സെയിം ആ ഒരു ടോണിൽ തന്നെ, ബാത്തിക് പ്രിൻറ്റിൻ്റെ ആ ഒരു ഷെയ്ഡിൽ തന്നെയാണ്. പ്ലെയിൻ ബ്ലൗസ് വിത്ത് ബോർഡർ ആയിരിക്കും വരിക. ഇങ്ങനെ വരും. നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് നല്ലൊരു റസ്റ്റിക് വിത്ത് ബോട്ടിൽ ഗ്രീൻ, ആ ഒരു ടോണിലാണ് സാരി വരുന്നത്. സാരിയുടെ കളർ വരുന്നത് റസ്റ്റിക് ഷെയ്ഡാണ്. അതിൽ ബോട്ടിൽ ഗ്രീനിലുള്ള ബാത്തിക് പ്രിൻ്റ് ആണ് ത്രൂ ഔട്ട് സാരിയുടെ ബോഡിയിലും വരിക. കൂടാതെ ഒരു ഗ്രീനിഷ് സിൽവറിലായിരിക്കും അപ്പുറം ലോവറും ബോർഡർ വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. സിൽവർ ലൈൻസ് വരുന്നുണ്ട്, സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത് ബോട്ടിൽ ഗ്രീനിൽ. ഇങ്ങനെ വരിക പല്ലു. ബ്ലൗസ് വരുന്നത് ബോട്ടിൽ ഗ്രീനിൽ തന്നെ വിത്ത് ബോർഡർ ആയിട്ടുള്ള ബ്ലൗസാണ് വരിക. സിൽവർ ബോർഡർ വരുന്നുണ്ട് ബ്ലൗസിന്. നെക്സ്റ്റ് ലിനൻ കോട്ടൺ സാരി വരുന്നതും സെയിം കോമ്പിനേഷൻ തന്നെയാണ്. ഇതിന് മുൻപ് കാണിച്ച സാരിയുടെ അതേ കോമ്പിനേഷനാണ്. റസ്റ്റിക് വിത്ത് ബോട്ടിൽ ഗ്രീൻ, ആ ഒരു ടോണിലാണ് വരുന്നത് ബാത്തിക് ഡിസൈൻസ് വരുന്നത്. ബാത്തിക് പ്രിൻറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് ഈ സാരിയിൽ. ഇതിൻ്റെ വർക്ക് ഇങ്ങനെയാണ് വരുന്നത്, പ്രിൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. ഡബിൾ സൈഡ് ഗ്രീൻ സിൽവറിലുള്ള ബോർഡർ വരുന്നുണ്ട്. ബോട്ടിൽ ഗ്രീൻ ആണ് ഈ സാരിയുടെ ബേസ് കളർ വരുന്നത്. അതിൽ റസ്റ്റിക് ഷെയ്ഡിലായിരിക്കും ബാത്തിക് പ്രിൻറ്റ് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും. എൻ്റയർ സാരി സെയിം ബാത്തിക് പ്രിൻറ്റിൽ വന്നിട്ട് മുന്താണി വരുമ്പോൾ സിൽവർ വൂവൺ പാറ്റേൺസ് വരുന്നുണ്ട്. സിൽവർ സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് റസ്റ്റിക് ഷെയ്ഡിലുള്ള ബാത്തിക് പ്രിൻറ്റ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബോട്ടിൽ ഗ്രീൻ വിത്ത് റസ്റ്റിക്, ആ ഒരു ടോണിലാണ് ബ്ലൗസ്. നെക്സ്റ്റ് സാരി വരുന്നത് കോമ്പിനേഷൻ സെയിം തന്നെയാണ്. ബോട്ടിൽ ഗ്രീൻ വിത്ത് റസ്റ്റിക്, ആ ഒരു ടോണിലാണ്. ഇതിൽ ബാത്തിക് ഡിസൈൻസ് വരുന്നത് ഇങ്ങനെയാണ് ഈ സാരിയിൽ. ബേസ് കളർ ബോട്ടിൽ ഗ്രീൻ ആണ്, അതിൽ റസ്റ്റിക് ഷെയ്ഡിലുള്ള ബാത്തിക് പ്രിൻറ്റാണ് വരുന്നത്. ഒരു ഗ്രീനിഷ് സിൽവറിലായിരിക്കും അപ്പുറം ലോവറും ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി ഇങ്ങനെ വരുന്നത്. ഗോൾഡ് സിൽവർ ലൈൻസ് വന്നിട്ട് അതിലാണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത് പല്ലു. ബ്ലൗസ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. ബോട്ടിൽ ഗ്രീൻ വിത്ത് റസ്റ്റിക്, ആ ഒരു ടോണിലാണ് ബ്ലൗസ്. നെക്സ്റ്റ് ബാത്തിക് ഡിസൈനിൽ വരുന്ന ലിനൻ കോട്ടൺ സാരിയുടെ കളർ വരുന്നത് കോറൽ പിങ്ക് ആണ്. കോറൽ പിങ്ക് വിത്ത് ഒരു നമ്മൾ ബീട്രൂട്ടിൻ്റെ സ്കിന്നിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ടോണിലായിരിക്കും ഇതിൽ കോമ്പിനേഷൻ വരുന്നത് സാരിയിൽ. ത്രൂ ഔട്ട് ദ സാരി ബാത്തിക് ഡിസൈനിലാണ് വരുന്നത് സാരി. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നത് ആ ഒരു ടോണിലാണ്. ലൈൻസ് വന്നിട്ട് അതിലാണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും മുന്താണി. ബീട്രൂട്ട് സ്കിൻ ടോണിലുള്ള പ്ലെയിൻ വിത്ത് സിൽവർ ബോർഡറിൽ വരുന്ന ബ്ലൗസാണ് സാരിക്ക് വരുന്നത്. നല്ലൊരു റെയർ കോമ്പിനേഷനിലാണ്. നമ്മൾ ഈ ഒരു ലിനൻ കോട്ടൺ സാരീസിൽ കാണാത്ത ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഒരു യെല്ലോയിഷ് ഗ്രീൻ വിത്ത് യെല്ലോ, ആ ഒരു കോമ്പിനേഷനാണ് ബാത്തിക് ഡിസൈനിൽ സാരി വരുന്നത്. ഇനി വരും ഫുൾ സാരി ഈ ഒരു പാറ്റേണിലായിരിക്കും വരുന്നത്. ഗ്രീൻ വരുന്നതും ഒരു യെല്ലോ ടോൺ വരുന്നുണ്ട്. അതിൽ യെല്ലോ ഷെയ്ഡിലാണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത്. ഡബിൾ സൈഡിലും ബോർഡർ വരുന്നുണ്ട്. സിൽവർ ആണ് ബോർഡർ വരുന്നത്, പക്ഷേ ഒരു
പ്രോമിനൻ്റ് അല്ല സിൽവർ വരുന്നത്, ഒരു ഗ്രീൻ ടോണിൽ ഗ്രീനിഷ് സിൽവറാണ്. ബോർഡർ അപ്പറും ലോവറും വരിക. മുന്താണി ഇങ്ങനെ വരിക. സ്ട്രൈപ്പ് ഡിസൈൻസ് സിൽവറിൻ്റെ ലൈൻസ് വന്നിട്ട് അതിലാണ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത് പല്ലുവിൽ. ഇങ്ങനെ വരും മുന്താണി. ബ്ലൗസ് മെറ്റീരിയൽ റണ്ണിങ് ആണ്. നെക്സ്റ്റ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത് ഒരു ലൈറ്റ് മസ്റ്റേർഡ് ആണ്. ലൈറ്റ് മസ്റ്റേർഡ് വിത്ത് ഒരു ടെറാക്കോട്ട ഷെയ്ഡാണ് സാരിയുടെ കോമ്പിനേഷൻ വരുന്നത്. ത്രൂ ഔട്ട് ദ സാരി മസ്റ്റേർഡിൽ ടെറാക്കോട്ട ഷെയ്ഡിലുള്ള ബാത്തിക് ഡിസൈൻസ് ആയിരിക്കും സാരിയുടെ ബോഡിയിൽ വരിക. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. മുന്താണി വരുന്നതും ഇതിലും ലൈൻസ് വരുന്നുണ്ട്. സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത് മുന്താണിയിൽ. ഇങ്ങനെ വരും പല്ലു. ബ്ലൗസ് അതല്ലേ ടെറാക്കോട്ട ഷെയ്ഡിൽ സിൽവർ ബോർഡർ വരുന്ന ബ്ലൗസാണ് വരുന്നത് സാരിക്ക്. പൗഡർ ബ്ലൂ വിത്ത് നേവി ആ ഒരു കോമ്പിനേഷനാണ് നെക്സ്റ്റ് ബാത്തിക് ഡിസൈനിലുള്ള സാരി വരുന്നത്. ലിനൻ കോട്ടൺ ആണ് എല്ലാ സാരീസിനും ഫാബ്രിക് വരുന്നത്. ബേസ് കളർ വരുന്നത് പൗഡർ ബ്ലൂ ആണ്. അതിൽ നേവി ബ്ലൂ ഷെയ്ഡിലാണ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത് ത്രൂ ഔട്ട് ദ സാരി. ഒരു ബ്ലൂയിഷ് സിൽവറിലുള്ള ബോർഡർ ആയിരിക്കും അപ്പറും ലോവറും വരിക. മുന്താണി വരുന്നതും ഒരു സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് പല്ലു വരുന്നത്. സിൽവർ ലൈൻസ് വരുന്നുണ്ട് എല്ലാ സാരീസിനും. മുന്താണി വരുമ്പോൾ സിൽവർ ലൈൻസ് വന്നിട്ട് അതിലായിരിക്കും ബാത്തിക് ഡിസൈൻസ് വരുന്നത്. മുന്താണി ഇങ്ങനെ വരും. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഗ്രീൻ വിത്ത് ഡാർക്ക് കോഫി ബ്രൗൺ ആ ഒരു ടോണിലാണ് നെക്സ്റ്റ് ലിനൻ കോട്ടൺ സാരി വരുന്നത്. സാരിയുടെ കളർ വരുന്നത് ഗ്രീനാണ്. നല്ലൊരു ഗ്രീനാണ് കേട്ടോ. ഇതൊരു റെയർ ഗ്രീനാണ്. അതിൽ ഡാർക്ക് കോഫി ബ്രൗൺ ആണ് ബാത്തിക് ഡിസൈൻസ് വരുന്നത്. ഡബിൾ സൈഡ് ബോർഡർ വരുന്നുണ്ട്. ബ്രൗണിലാണ് സിൽവർ ബോർഡർ വരുന്നത് സാരിക്ക്. മുന്താണി വരുന്നതും ഒരു സിൽവർ ലൈൻസ് വന്നിട്ട് അതിലാണ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത്. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. മസ്റ്റേർഡ് വിത്ത് ചോക്ലേറ്റ് ബ്രൗൺ ആ ഒരു കോമ്പിനേഷനിലാണ് നെക്സ്റ്റ് ബാത്തിക് പ്രിൻറ്റിലുള്ള ലിനൻ കോട്ടൺ സാരി വരുന്നത്. ഫുൾ സാരിയിൽ ബാത്തിക് ഡിസൈൻസ് ആണ് ബോഡി വരുന്നത്. ഒരു കോഫി ബ്രൗണിലുള്ള സിൽവർ ബോർഡർ ആയിരിക്കും അപ്പറും ലോവറും വരുന്ന സാരിക്ക്. സ്ട്രൈപ്പ് ഡിസൈൻസ് വന്നിട്ട് അതിലാണ് മുന്താണി വരുന്നത് സാരിയിൽ. ഇങ്ങനെ വരും പല്ലു. റണ്ണിങ് ബ്ലൗസ് മെറ്റീരിയലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നെക്സ്റ്റ് സാരി വരുന്നത് വീണ്ടും ബീട്രൂട്ട് ഷെയ്ഡിലാണ്. കോറൽ പിങ്ക് ആണ് സാരിയിൽ കോമ്പിനേഷൻ വരുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ഇതിനു മുൻപ് ചെയ്തിരുന്നു. ബാത്തിക് ഡിസൈനിൽ കുറച്ചൊരു ഡിഫറൻസ് ഉണ്ട്. ഇതിലെങ്ങനെയാണ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത് സാരിയിൽ. ഇത് ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് സാരിയാണ് കേട്ടോ. സിൽവറിൽ തന്നെ ബോർഡർ വരുന്നത് അപ്പറും ലോവറും വരുന്നത് സെയിം പാറ്റേണിലായിരിക്കും ബോർഡർ വരുന്നത്. സിൽവർ വീവ് വന്നിട്ട് അതിലാണ് ബാത്തിക് പ്രിൻറ്റ് വരുന്നത്. മുന്താണി പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ബ്ലൗസ് വരുന്നത്.